അതാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരളം അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വരുന്ന 5 വർഷം കേരളത്തെ ആര് ഭരിക്കണം, ആരാണ് അധികാരത്തിൽ വരിക എന്നത് നിശ്ചയിക്കുക മാത്രമല്ല, അതിനുമപ്പുറം രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. ഒരുപക്ഷെ മുന്നണി സമവാക്യങ്ങളിൽ പോലും വലിയ മാറ്റമുണ്ടാകുമെന്ന BJPയുടെ അവകാശവാദമുണ്ട്. അപ്പോൾ BJP ഒരുപക്ഷെ എത്ര സീറ്റ് പിടിക്കുന്നു എന്നതിനും അപ്പുറം BJP സമാഹരിക്കുന്ന വോട്ടുകൾ എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ്. BJP സമാഹരിക്കുന്ന വോട്ടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാമ്പിൽ നിന്നുള്ള വോട്ടുകളാണെങ്കിൽ അത് ആരുടെ നഷ്ടമാകും, ആരുടെ നേട്ടമാകുമെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അങ്ങനെ അടിയൊഴുക്കുകൾ പലതും സംഭവിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അതായത് ഇതുവരെ പുറത്തു വന്ന സർവേകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സസ്പെൻസ് കേരളത്തിലുണ്ട്. ആ സസ്പെൻസ് കണ്ടെത്തുക തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, 14 ജില്ലകളിൽ ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയം ഇത്തവണ പറയാൻ പോകുന്ന ജില്ലകൾ മധ്യകേരളത്തിലാണ്. UDFന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഇടമായിരുന്നു മധ്യകേരളം. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഒക്കെ ഉൾപ്പെടുന്ന ആ ജില്ലകൾ പൊതുവിൽ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ മേധാവിത്വമുള്ള, പൊതുവിൽ UDFന്റെ പരമ്പരാഗത വോട്ടെന്ന് കരുതപ്പെട്ട ഇടത്ത് കഴിഞ്ഞ 2021 തിരിച്ചെഴുന്നേറ്റു UDF. തിരിച്ചു വരും ഇത്തവണയെന്ന് UDF പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾക്ക് എത്ര കണ്ട് അടുത്തേക്ക് എത്താൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, മധ്യകേരളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറയാൻ പോകുന്ന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകവുമാണ്. UDFന് വമ്പൻ അവകാശവാദങ്ങളുണ്ട്. തദ്ദേശ ഫലമാണ് അവർക്ക് ആ കരുത്തു നൽകുന്നത്. എന്താണിപ്പോൾ ജില്ലകളുടെ സാഹചര്യം? ആ സാഹചര്യത്തിനൊപ്പം നീങ്ങുന്ന തരത്തിലേക്ക് അവിടെ മുന്നണികളുടെ പ്രകടനം എത്ര കണ്ട് ഉണ്ടായിട്ടുണ്ട്? സജിത്ത്, 3 ജില്ലകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലും പറയാൻ കഴിയുന്നത്. സർവേകളുടെ ഒരു ഏതാണ്ട് പ്രവചനവും അങ്ങനെയാണ്. സജിത്ത് ചൂണ്ടിക്കാണിച്ച പോലെ മധ്യകേരളം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിരുന്നു. ഈ മധ്യകേരളം പരിപൂർണമായും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ കഷ്ടിച്ചു പോലും അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ കോട്ടയത്തിൻ്റെയൊക്കെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷം സീറ്റുകളും ഇടതുമുന്നണി പിടിച്ചെടുക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഒക്കെ കൂടി സ്വാധീനത്തോടെ. തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഇടുക്കിയുടെ സാഹചര്യവും 5-ൽ 4 ഇടതുമുന്നണി പിടിക്കുന്നു. പത്തനംതിട്ടയിലും സമാനമായിരുന്നു, 5-ൽ 5 പിടിച്ചെടുത്തു. ഇത്തവണ ആത്മവിശ്വാസം UDFന്റേത് ഇതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് അത്. ജില്ലാ പഞ്ചായത്തുകൾ ഈ 3 പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതായത് പൊളിറ്റിക്കൽ വോട്ടുകളുടെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മറ്റ് മത സാമുദായിക ശക്തികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ, മുസ്ലിം സമുദായം, ഇവരൊക്കെ UDFലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. പക്ഷേ അപ്പോഴും LDFന് ആത്മവിശ്വാസം നൽകുന്നത് സിറ്റിംഗ് MLAമാർക്ക് വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. തൊട്ടപ്പുറത്ത് എതിരെ നിൽക്കുന്ന ആളുകൾ, UDFന്റെ സ്ഥാനാർത്ഥികൾ പലരും പുതുമുഖങ്ങളാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം മാത്രമാണ് അവരുടെ പേരുകൾ പോലും പലയിടത്തും കേൾക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. UDFൽ സീറ്റ് നഷ്ടപ്പെട്ട പലരുമുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് മധ്യകേരളത്തിലടക്കം BJPയുടെ ഒരു സാന്നിധ്യം അത് ഉയർന്നു വന്നത്. നോക്കൂ സജിത്ത്, പ്രവചനാതീതമായ മത്സരം നടക്കുന്ന, ത്രികോണ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ മധ്യകേരളത്തിലുണ്ട്. തിരുവല്ല എടുത്താലും ആറന്മുള എടുത്താലും തൊട്ടിപ്പുറത്ത കോട്ടയം ജില്ലയിലെ പാലയും പൂഞ്ഞാറും ഒക്കെ ആ നിലയിലേക്ക് മാറിയ മണ്ഡലങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ വോട്ടുകൾ ഇവിടെ എന്താകും, ഏത് തരത്തിലാണ് പിടിക്കുക, ആരുടെ വോട്ടുകളാണ് പിടിക്കുക, ഈ പ്രതിസന്ധികളെ കൂടി അതിജീവിക്കേണ്ടി വരും. സഹിത സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു പൊതുപ്രവചനങ്ങൾ വരാറുണ്ട്. ആർക്കാണ് മേൽക്കൈ, ഇത്തവണ എങ്ങനെ പോകും ഓരോ മണ്ഡലവും എന്ന്. ഇത്തവണ അങ്ങനെ അങ്ങ് പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലല്ല ജനങ്ങളുടെ ഒരു മനസ്സിലിരിപ്പ് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളെല്ലാം ഏതാണ്ട് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം ഓരോ മണ്ഡലങ്ങൾക്കുമുണ്ട്. ഒരു മണ്ഡലത്തിനാകെ വരുന്നൊരു പൊതു ട്രെൻഡ് ഉണ്ട്. അതിനൊപ്പം തന്നെ ചില മണ്ഡലങ്ങളുടെ ചില പ്രദേശങ്ങൾ പ്രതികരിക്കുന്ന രീതികളുണ്ട്. ഇങ്ങനെ സങ്കീർണമാണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പരിധിവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ തുറന്നാൽ അത് UDFന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് വരും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതുമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടത് സിറ്റിംഗ് MLAമാരോടാണ് എന്നുള്ളതും അവർ അവിടെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ളവയും അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും മധ്യകേരളത്തിന്റെ മനസ്സെങ്ങോട്ട് എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഇവിടങ്ങളിൽ നടക്കുന്നത്. സജിത്ത്, ശ്രീജിത്ത്, പത്തനംതിട്ട ജില്ല നമുക്ക് ഉദാഹരണമായി എടുക്കാം. പത്തനംതിട്ട കഴിഞ്ഞ തവണ വലിയ വിജയം ഇടതുമുന്നണിക്ക് നൽകിയതാണ്. അതായത് UDFന്റെ ഒരു പരമ്പരാഗത കോട്ട എന്നതാണ് പത്തനംതിട്ടയുടെ ഒരു വിശേഷണം. അങ്ങനെയായിരുന്നു.
അവിടെയാണ് ഇത്ര ഒരു വലിയ വിജയം ഇടതുമുന്നണിക്ക് ഉണ്ടായത്. പക്ഷേ ഇത്തവണ സാഹചര്യം വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതായിരുന്നല്ലോ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഈ തദ്ദേശ ഫലം UDFന് വളരെ അനുകൂലമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ട്രെൻഡുകളും പൊതുവിൽ UDFിനോട് പ്രതീക്ഷ നൽകുന്നതാണ്. എന്താണ് പത്തനംതിട്ട ജില്ലയുടെ ഒരു പൊതു സാഹചര്യം? വീണ ജോർജൊക്കെ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണല്ലോ. സജിത്ത്, വീണ ജോർജിന്റെ മണ്ഡലത്തിലേക്ക് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ടതായി വരുന്നത് വീണ ജോർജും അബിൻ വർക്കിയുമാണ്. ഇവർ രണ്ടുപേരും ഓർത്തഡോക്സ് സഭാംഗങ്ങളായ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭ ആർക്കൊപ്പം നിൽക്കും? ഈ ചോദ്യം സഭാപിതാക്കന്മാരോടടക്കം ചോദിച്ചപ്പോൾ ഈ സഭാ മക്കൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള ചില നെഗറ്റീവ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഓർത്തഡോക്സ് വോട്ടുകൾ പരമ്പരാഗതമായി ഒരുമിച്ച് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ വീണ ജോർജിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊട്ടിപ്പുറത്ത് വന്നിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് അവിടെ NDA സ്ഥാനാർത്ഥിയാകുന്നത്. കുമ്മനത്തിന് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള അദ്ദേഹം അവിടെ ജീവിച്ച ആറന്മുള സമരത്തിലടക്കം നായകനായി നിന്നൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ആറന്മുളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച മണ്ഡലം കൂടിയാണ് ആറന്മുള. ഈ ആറന്മുളയിൽ ഈ UDFിലേക്ക് പൊതുവെ പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കുമ്മനം കുറെ കൂടെ പിടിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ വീണ സേഫ് ആകുമോ? ഇനി അതല്ല, ഓർത്തഡോക്സ് സഭ പരിപൂർണമായും, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിക്ക് അബിന് ലഭിക്കാതെ വന്നപ്പോൾ ഓർത്തഡോക്സ് സഭാ മക്കളാണ് ഇദ്ദേഹം, സഭയുടെ സ്വന്തം കുഞ്ഞാണ് അബിൻ വർക്കി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യ പ്രതികരണത്തിനെത്തിയതാണ്. പക്ഷെ ഇപ്പോഴും ആ വോട്ടുകൾ എങ്ങോട്ട്, ഓർത്തഡോക്സ് വോട്ട് എങ്ങോട്ട് എന്നുള്ളത്, അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെയാണോ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു പ്രതിസന്ധി. തൊട്ടിപ്പുറത്ത് റാന്നിയിലും കോന്നിയിലും ഒക്കെയുള്ളത് സിറ്റിംഗ് MLA-മാരോട് മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് UDFിന്റെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അവിടെയും പൊളിറ്റിക്കൽ വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സിറ്റിംഗ് MLA-മാർക്ക് തിരിച്ചടിയാകും. അടൂരിന്റെ സാഹചര്യം എടുത്താൽ ഏതാണ്ട് 2 സ്ഥാനാർത്ഥികൾ, UDFിന്റെ LDFിന്റെ സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങളാണ്. പക്ഷേ കുറെ കാലമായതൊരു ഇടതു കോട്ടയായി നിൽക്കുകയാണ്. അതിലേക്ക് കടന്നു കയറാൻ കഴിയുമോ എന്നുള്ളതാണ് അവിടെ UDFിന് ഒരു വെല്ലുവിളിയായി, ശാന്തകുമാറിന് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. തൊട്ടിപ്പുറത്ത് തിരുവല്ലയുടെ കാര്യത്തിൽ പ്രവചനാതീതമാണ്. മാത്യു ടി തോമസ് സേഫ് ആകുമോ? 20 കൊല്ലം തുടർച്ചയായി നിന്നു. അതിന് മുൻപ് ഒരു തവണ ജയിച്ചു. 20 കൊല്ലം തുടർച്ചയായി MLA ആണ്. അതുകൊണ്ട് തന്നെ മാത്യു ടിയുടെ കാര്യത്തിൽ അത്ര ഒരു ഉറപ്പ് പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് വർഗീസ് മാമൻ അവിടെ ഇപ്പുറത്ത് നിൽക്കുന്നു. രണ്ടുപേരും മർത്തോമ സഭയിലെ തന്നെ വൈദികരുടെ മക്കളാണ്. തൊട്ടിപ്പുറത്ത് അനൂപ് ആന്റണിയും ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ അടക്കം പിടിക്കാൻ പ്രധാനമന്ത്രിയെ അടക്കം ഇറക്കി വലിയ താഴെത്തട്ടിൽ ഒരു യുവമുഖം എന്ന നിലയിൽ പ്രചരണം നടത്തിയ ആളാണ്. അനൂപ് ആരുടെ വോട്ട് പിടിക്കും? ഇതെല്ലാം വളരെ നിർണായകമാണ്. പത്തനംതിട്ടയിൽ സജിത്ത്, ഇതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഓരോ മണ്ഡലത്തിന്റെയും സാഹചര്യം, സ്ഥാനാർത്ഥികളുടെയും അവിടുത്തെ സഭകൾ, സാമൂഹിക അന്തരീക്ഷം ഇതെല്ലാം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ആകെ ഒരു വലിയ UDF ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രതിസന്ധിയായി മാറിയില്ല. പക്ഷെ ഇപ്പോഴും ഒരു UDF ട്രെൻഡ് ഉണ്ടോ എന്ന സംശയം പല UDFകാരും പോലും ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുറത്തു വന്ന ഒരു സർവേയും ഒരു ട്രെൻഡും അങ്ങനെ പ്രവചിക്കുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സജിത്ത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ട്രെൻഡ് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി ഉണ്ടോ എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. കാരണം സർവേകൾ എത്ര തള്ളിപ്പറഞ്ഞാലും അതൊരു സൂചകമാണ്. ഒരർത്ഥത്തിൽ ശാസ്ത്രീയമായ ചില കണക്കെടുപ്പുകളും അടിസ്ഥാനങ്ങളും ഒക്കെ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ സർവേകൾ നൽകുന്ന സൂചനകൾ ഒരു ട്രെൻഡ് സ്വഭാവത്തിലുമല്ല എന്നതാണ് നെഞ്ചോട് നേരത്തെ ഉയരുന്ന ആക്ഷേപം പോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്ന പൊതു ധാരണയിലേക്കാണോ സർവേകൾ പോയിട്ടുള്ളത് എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷേ സർവേകൾ അങ്ങനെയൊന്നുമല്ല പോയിരിക്കുന്നത്. ശാസ്ത്രീയമായ അടിസ്ഥാനം അതിന് ഏറെക്കുറെയുണ്ട്. പക്ഷേ ഇതുതന്നെയാവണം തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്ക് ഉറപ്പിക്കാനും ആവില്ല. എന്തായാലും ഇന്നത്തെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വളരെ നന്ദി ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയത്തിനൊപ്പം അത് ഏത് രീതി പ്രതിഫലിക്കുന്നു എന്ന ഒരു ചോദ്യവും ഉത്തരവും ഒക്കെയാണ് നമുക്ക് തേടേണ്ടത്. നമുക്കതിലേക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.